ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇങ്ങനെ പോകണമെന്നല്ലേ. നമുക്കിന്ന് ഓണം സെലിബ്രേഷനാണ്. ഓണം സെലിബ്രേഷൻ നടക്കുന്നത് സുവോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഓക്കെ, ഇവിടുന്ന് ഒരു 2 മണിക്കൂറുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 8 o'clock ആയി. 9 മണിക്ക് ഞാനൊരു സ്റ്റേഷനിലെത്തണം. അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ടാക്സി പിടിച്ച് പോവും. അതാണ് പ്ലാൻ. ഇന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് പ്രാക്ടീസൊക്കെ കണക്കായിരുന്നു. ആകെ 2 ദിവസമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ബട്ട് എനിവേ ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി ഫൺ. കുറേ മലയാളീസിനെ മീറ്റ് ചെയ്യാം. പിന്നെ അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. സി യു. ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു. ജസ്റ്റ് ഇമാജിൻ, ഞാൻ സാരി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. സാരി എടുത്താൽ മതിയായിരുന്നു അല്ലേ? ബട്ട് ഇറ്റ്സ് ഓക്കെ. മേ ബി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴും സാരി എടുക്കാൻ പറ്റും തോന്നുന്നില്ലേ? കാരണം എന്തെന്നറിയോ, നമ്മള് തിരുവാതിര കഴിഞ്ഞിട്ടാണ് നമ്മുടെ മറ്റേ ഡാൻസ് നമ്മൾ ജീൻസും ടോപ്പുമാണ് ഇടുന്നത്. സോ സാരി മാറ്റിയിട്ട് നമ്മൾ ജീൻസും ടോപ്പും ഇട്ട് പിന്നെയും സാരി എടുക്കുക എന്ന് പറയുന്നത്. സോ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഒരു ഹായ് പറയോ. നമ്മളിപ്പോൾ ഒരു സിയുവിൽ കയറി കോഫി വാങ്ങിക്കാൻ വന്നാണ്. ഞങ്ങളിവിടെ നേരത്തെ എത്തി. 10:30 ആയിട്ടുള്ളൂ ഇപ്പോൾ സമയം. സോ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പവർ ഓഫ് BTS എന്താ ഹജിക്ക് അറിയില്ലല്ലോ. ആദ്യത്തെ ഹായ് ഹായ്. നിങ്ങളാണ് മെയിൻ ക്യാരക്ടേഴ്സ് എൻ്റെ വീഡിയോയിലെ. ചെന്നൈ മന എന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മളുടെ സദ്യ. ഒരു സദ്യക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. പായസം, സേമിയ പായസമായിരുന്നു. നന്നായിട്ട് വിശന്ന് കാരണം അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഫുഡ് കഴിച്ചു. നമ്മളിപ്പം അടുത്ത ലൊക്കേഷനിലോട്ട് വന്നു. ഇവിടെയാണ് സെലിബ്രേഷൻ നടക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിൻ്റെ പേര് സുമ്യം യൂണിവേഴ്സിറ്റി, SKK യൂണിവേഴ്സിറ്റി. ഓക്കെ, അതുകൊണ്ടോ ഭയങ്കര ടെൻഷൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഈ എക്സാമിനുണ്ടല്ലോ, നല്ലോണം പഠിച്ച ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കുറച്ച് പഠിച്ച ആൾക്കാർക്കും ടെൻഷൻ, കുറച്ചല്ല ഒട്ടും പഠിക്കാത്ത ആൾക്കാർക്കും ടെൻഷൻ ഉണ്ടാവില്ല. ഈ ഇടയിൽ പഠിച്ച ആൾക്കാർക്കുണ്ടല്ലോ ഭയങ്കര ടെൻഷനായിരിക്കും. എനിക്ക് ഭയങ്കര ടെൻഷൻ. പ്രാക്ടീസിൻ്റെ കുറവ് വരണം. ഇവിടെ എല്ലാം തോന്നുന്നു. പൂക്കളം കടലാസ് പൂക്കളമാണ്. കാരണം ഇവിടെ പൂക്കൾ ഭയങ്കര എക്സ്പെൻസീവാണ്. എങ്ങനെയാണെങ്കിലും പൂക്കൾ അടിപൊളിയല്ലേ? നിങ്ങൾ പറ. ഗൈസ്, നമ്മൾ സാരിയൊക്കെ എടുത്തു. ഇതാണ് നമ്മളെ ഡ്രസ്സിങ് റൂം എന്ന് പറയുന്നത്. ഫുള്ളൊരു അലങ്കോലമാണ്. ഡാൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരുക്കത്തിലൊന്നും കുറവുണ്ടല്ലോ. ഇവിടെയൊക്കെ ലൈറ്റ് കുറവാണ്. Looking so beautiful. എൻ്റെ യൂട്യൂബ് കുഴപ്പമില്ല. കുറിയൻകുട്ടൻ അവൻ മിണ്ടുന്ന പോലും ഇല്ല. എനിക്കറിയായിരുന്നു. ആരാ പോയത്? ആരും പോയില്ല.
കോസ്റ്റ്യൂം ഗൈസ്. ഗൈസ് നമ്മുടെ നെക്സ്റ്റ് കോസ്റ്റ്യൂം പ്രസന്റിംഗ് നിമ്യ. ഫുൾ നെയിം എന്താ? നിമ്യ കൃഷ്ണൻ. റെനീഷ വലിയ വീട്ടിലാണ് അത്ര. ഓക്കെ, ഞാൻ പോകുന്നു. ബൈ ബൈ ബൈ. ഗൈസ് നമുക്ക് നെക്സ്റ്റ് ടഗ് ഓഫ് വാർ ആണ്. ചിയർ ഗേൾസ്. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര വിശപ്പായിരുന്നു. രാവിലെ കഴിച്ച സദ്യയൊക്കെ ഒരു വിധമായി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യൻ നേപ്പാളി റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ഇവിടെയുള്ള ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടല്ലോ, ഒരു വൈബാണ്. അപ്പോഴാണ് നമ്മുടെ ചേട്ടനെ കണ്ടത്. ഞാൻ കൊറിയയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് പുള്ളിക്കാരനെ കാണുന്നത്. എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ, ഓ മൈ ഗോഡ്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആർക്കും എന്താ ചെയ്യേണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ വന്ന ഉടനെ ചൂനാശിൻ മിഷിക്കി നവസ്മിത അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം അറിയെങ്കിലും നമ്മൾ അങ്ങനെ അന്തം വിട്ടു വന്നു. പിന്നെയാണ് മനസ്സിലായത് ഫുഡ് നമ്മൾ സെർവ് ചെയ്യണം, പുള്ളിക്കാരൻ സെർവ് ചെയ്യില്ല. കൊണ്ടുതരാൻ മാത്രമേ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുള്ളൂ എന്ന്. നമ്മൾ എടുക്കണം തോന്നില്ലേ? നീ എടുത്തോ, വെയിറ്റ്, ഞാൻ എടുത്തേക്കാം. കറക്റ്റ് അവിടെ ഇവിടെ അടിക്കാതെ ഇടിക്കാതെ വന്നല്ലേ. അപ്പോൾ ഗൈസ്, അങ്ങനെയാണ് നമ്മൾ കൊറിയയിൽ ഓണം ആഘോഷിച്ചത്. ഈ ഒരു ആഘോഷത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്.